നമ്മള് കഞ്ഞി കുടിച്ചില്ലേ, ആ കഞ്ഞി കുടിച്ച് നമ്മുടെ എണീറ്റ് ഉടനെ ഉണ്ടല്ലോ അവളെ ചാണകവെള്ളം കളിച്ചേക്ക് നോക്കും. എവളുമാര് നന്നാവൂല എടി. അല്ലെങ്കിലും ഈ കൊച്ചമ്മമാരൊക്കെ ഇങ്ങനെയാടി എടി. ഇപ്പൊ എല്ലാ കൊച്ചമ്മമാരും പണിക്കിറങ്ങി. സർക്കാരെ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞു. പെൻഷൻ കേട്ടോണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. എന്റെ പൊന്നേച്ചി, എനിക്ക് ഈ പണിക്കൊന്നും വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ വെറുതെ വീട്ടിൽ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് കരുതി വരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വന്നല്ല വനമാല. നിങ്ങൾ വീട്ടിൽ എനിക്കൊരു സ്വയം തരത്തില്ല. ഇവിടെയെങ്കിലും അല്പം മനസ്സമാധാനം തന്നൂടെ? അതെല്ലാം നീ വന്നേന്ന് ശരിയൊന്ന് പതുക്കെ പറയും. ഞാനൊക്കെ തുറച്ചു നിങ്ങളൊക്കെ പറഞ്ഞ എന്റെ പൊന്നേച്ചി മാറ്റി വെച്ച് ഈ മനുഷ്യൻ എന്നോട് അത് മാത്രം നീ പറയരുത് കേട്ടോ. സ്നേഹമില്ലെന്ന് മാത്രം നീ പറയരുത്. എന്റെ പൊന്നു ചേച്ചി, എന്റെ വല്യമ്മച്ചി, അല്ല മാഡം, അല്ല ചേച്ചിമാരെ, നിങ്ങൾ പറയുന്നത് കേൾക്കണം. ഇവള് പറഞ്ഞിട്ട് എനിക്ക് സ്നേഹമില്ലെന്ന്. ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഫർണിച്ചറൊക്കെ ഉണ്ട്. അപ്പൊ ഫർണിച്ചറിലൊക്കെ തട്ടിയിട്ട് എന്റെ പൊന്നിന്റെ കാല് അതേമൊക്കെ തട്ടി മുറിയണ്ടെന്ന് കരുതി ആ ഫർണിച്ചറൊക്കെ വിറ്റിട്ട് വരുവാണെങ്കിൽ രമണൻ സ്നേഹമില്ലെന്ന്. എന്റെ വീട്ടിലെ ഫർണിച്ചറൊക്കെ എടുത്ത് ഞാൻ വിറ്റതിന് നിങ്ങൾ എന്തിനാ കണ്ണു അഞ്ചുപാട്ട് പാടുന്നേ? അയ്യോടി, നീ കരയുമായിരുന്നോ? എന്റെ പൊന്നേച്ചി, ചേച്ചിമാർക്കറിയില്ല ഞാൻ വീട്ടിൽ അനുഭവിക്കുന്ന ഓരോരോ ദുരിതങ്ങളും. ഈ മനുഷ്യനോട്, ഈ കാലമാടിനോട് പഠിക്കാൻ പറഞ്ഞ എന്താ പറയുന്നതെന്ന് അറിയോ? എന്താ പറയണേ? സമ്പാദിക്കണമെന്ന്. കേട്ടോ, സമ്പാദിക്കണം. ഞാൻ എവിടെ നിർത്തിട്ട് സമ്പാദിക്കാനാ? ശരിയല്ലോ. ഞാൻ ദിവസം കുടിച്ചിട്ടേക്കണ എത്ര കുപ്പിയാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്നത്. അതിൽ നിന്നൊരു ബീറിന്റെ കുപ്പിയെടുത്ത് നീ വിറ്റ് കഴിഞ്ഞാൽ 3 രൂപ കിട്ടും. ഈ 1 കിലോ റേഷൻ എനിക്ക് എന്താ വില? 2 രൂപയാ. 2 രൂപ കൊടുത്ത് 1 കിലോ റേഷന് മേടിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര രൂപ മിച്ചം വരും? 1 രൂപ കിട്ടും. ആ 1 രൂപ ഒക്കെ സമ്പാദിക്കാൻ വരെയെന്ന്. നീ ആള് കൊള്ളാലോടാ രമണ. നിനക്ക് ഞാൻ വെച്ചിട്ടില്ലേ, ഞാൻ വീട്ടിലോട്ട് വാ കേട്ടോ. രമണനെ അങ്ങനെ ആരും നന്നാക്കാൻ നോക്കണ്ട. രമണൻ അങ്ങ് നന്നായിക്കോളാം. എന്റെ കുഞ്ഞിന്റെ കടുത്ത കിടന്ന് മാല കാണുന്നില്ല. മുത്തുമാലയാന്നോടി കൊച്ചേ? അയ്യോ അല്ല, 2 പവന്റെ സ്വർണ്ണമാല. എന്റെ മനുഷ്യ, അതാ കട്ടിലെങ്ങാനും കിടക്കുകയാണ്. നീ ഒന്ന് അളക്ക് വെച്ചത്? ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പാ അത് ഇവിടെ എവിടെയോ വീണിട്ടുണ്ട്. 2 കിലോ തൂക്കൂലാത്ത കൊച്ചിന്റെ പേത്ത് എന്തിനാ 2 പവന്റെ മാല ഇട്ടത്? എന്താ കണ്ടോ, എന്റെ പാരമായി ചൊറിഞ്ഞു വന്നു. തീരെ ഇരിക്കപ്പെടാ മനുഷ്യന്. കുറച്ച് വെള്ളം കോരി കുടിക്കും. നിങ്ങൾക്ക് അറിയാത്തതാ, നമ്മുടെ വിധിയാണോ? സമാധാനിക്ക് എടി, പവനിപ്പ എത്രയാ? 25,000. അപ്പൊ 2 പവന് 50,000. അയ്യോ, ഇത് എന്റെ പറപ്പ് തന്നെയാണോ? 3 ദിവസം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ പണി 1 മണിക്കൂർ കൊണ്ട് തീർന്നു. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ടുണ്ട്. അത് പിന്നെ തൊഴിലുറപ്പ്. എന്റെ പൊന്ന് ചേച്ചി, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. എന്റെ പൊന്ന് ചേച്ചിമാരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് തൊഴിൽ ഉഴപ്പ് പദ്ധതിയല്ല, തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ്.